ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയാണ് കേട്ടോ. ഇലമുളച്ചി എന്ന് പറയും ഇതിന്. ഇലയുമെന്നാണ് കേട്ടോ ഇത് വളരെ. നമ്മൾ തെയ്യ് കൊടുന്ന് വെക്കേ അതല്ല അതിൻ്റെ വേര് കൊടുക്കണ പറിച്ച് കൊടുന്ന് വെക്കേ മറ്റേ തണ്ട് നുള്ളി വെക്കേ ഒന്നും ചെയ്യണ്ട. ഇത് നമ്മൾ ഇല വെറുതെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ മുളച്ചുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് പയറും കഞ്ഞിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ രാവിലെ കുത്തിയിട്ട് കഞ്ഞി കുടിക്കണത്. അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് കുഞ്ഞുവിൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ജാസ്മി ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്. അവളോട് പറയുകയാണെന്ന് ഇങ്ങനെ. പക്ഷെ കുടിക്കാൻ അറിയണില്ല കേട്ടോ. ഇതിൽ എങ്ങനെ കുടിക്കാന്ന് പോലും അറിയുന്നില്ല. മൂന്നാൾക്കും ഞാൻ ഇതുപോലെ പ്ലാവിൽ കുത്തിയിട്ട് ഓരോ കയ്യിലുണ്ടാക്കി കൊടുത്തു. അതിലെങ്ങനെ കഞ്ഞി കുടിക്കാന്ന് പോലും അറിയണില്ല. കുറേ പരിശ്രമിച്ച് നോക്കിയവൻ എന്നിട്ട് അവന് പറ്റണില്ല. എന്നിട്ട് അവൻ നമ്മുടെ സാധാ കയ്യിൽ തന്നെ കൊടുത്തിട്ട് കോരി കുടിക്കുകയും ചെയ്തിട്ടാ. അപ്പോൾ കഞ്ഞിയും പയറുമായിരുന്നു ഇന്നലെ രാത്രി. പിന്നെ ഞാൻ ഒരു കായ ഉണ്ടായിരുന്നു, കായും കോവക്കായും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു ഉപ്പേരി വെച്ചു. ഉപ്പേരി വെച്ചിട്ട് ഇഷമോൾക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് എഴുതി കൊടുക്കാൻ വെച്ചിട്ട് വന്നിരുന്നപ്പോഴേക്കും ഉപ്പേരിയൊക്കെ കരിഞ്ഞ മണം വന്നു കേട്ടോ. അതിൻ്റെ മേലെ നിന്ന് കുറച്ച് കിട്ടി. അപ്പോൾ അത് കഞ്ഞിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇതുപോലെ പയറും കഞ്ഞിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും പയറൊക്കെ. ഇടയ്ക്കിടയ്ക്ക് അതിനോട് പറയും ഉണ്ടാക്കി തരുമോ ചോദിക്കും. ഇതിലേക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അച്ചാറോ ഒന്നും അവന് വേണ്ട. ഈ കഞ്ഞിയും പയറും മാത്രം ഉണ്ടാക്കി കൊടുത്താലും കഴിക്കും ട്ടോ. പിന്നെ ഇതിന്ന് രാവിലത്തെ വിശേഷങ്ങളാണ്. രാവിലെ ഇന്ന് ഞാൻ പുട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടി കൊണ്ടാണ് പുട്ട് ഉണ്ടാക്കിയത്. അതായത് നമ്മളെ മട്ടരി ഉണ്ടല്ലോ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരി. ആ മട്ടരി രാത്രിയാവുമ്പോൾ നാഴി അരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് വാലാൻ വെക്കുക. ഒരു കൊട്ടയിലാക്കിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു കൊട്ടയിലാക്കിയിട്ട് 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം ഇതുപോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് മിക്സർ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് പല സ്ഥലങ്ങളിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടിപൊളി പുട്ടാണ്. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുട്ടായിരുന്നു. പുട്ടും പഴമായിരുന്നു കേട്ടോ അന്ന് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ പഴം കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ പുട്ട്. അപ്പോൾ ഞാൻ ആ ഇലേനെ കുറിച്ചിട്ട് പറയാം. ഇതാണ് ആ ഇല കേട്ടോ. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ 60-70 കാലഘട്ടങ്ങളിൽ അത്ര ഈ ഇലക്ക ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഈ ഇല കഴിക്കുമായിരുന്നു എന്ന് പറയണത്. എൻ്റെ അളിയനും കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. നല്ല അധികമായിരുന്നു കേട്ടോ. കിഡ്നിയിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്നൊക്കെ പോകുന്ന ആളാണ്. ഈ ഇല കഴിച്ചിട്ടാണ് അളിയന് ഇപ്പോൾ അത് മാറിയത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. 7 ദിവസം ഈ ഇല കഴിച്ചു എന്നാണ് പറഞ്ഞത്. 7 ദിവസം കഴിച്ചപ്പോൾ കല്ല് മൂത്രത്തിലൂടെ തന്നെ തെറിച്ച് പോയി എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ എനിക്കും ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് താത്ത വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ ഇല കൊണ്ടുപോയിട്ട് കഴിച്ചു നോക്ക്, മാറും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാണ്. താത്താടെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നല്ല ഒരു പുളിയുണ്ട് കേട്ടോ. നമ്മുടെ അമ്പോഴങ്ങയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. പുളി രസമാണ്. വേറെ ചവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ചവച്ചരച്ചിട്ട് ഇറക്കാം നമുക്ക്. ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇന്നലെ ഒരെണ്ണം കഴിച്ചു. ഇന്നും ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ. അപ്പോൾ ഓരോ ദിവസം ഓരോ ഇല അങ്ങനെ 7 ദിവസം കഴിക്കുന്നുണ്ട്. വെറും വയറ്റിലാണ് ശരിക്കും കഴിക്കേണ്ടത്. ഞാൻ വെറും വയറ്റിലൊന്നല്ല കഴിക്കുന്നത്. പുളിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഇല നിങ്ങളുടെ അവിടെയൊക്കെ ഇല മുളച്ചി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട്. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഞാൻ കഴിച്ചു. വരുന്ന സമയത്ത് ഉമ്മാക്ക് കൊടുത്തു. ഉമ്മയുടെ അവിടെ ഉണ്ട് കേട്ടോ തെയ്യന്മാരുടെ അടുത്തുകൊണ്ട് അതിൻ്റെ തെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്ക് ഈ ഇലേനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടെങ്കിൽ കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നല്ലതാണ്. പിന്നെ മൂലക്കുരു അങ്ങനെയുള്ളവർക്ക് നല്ലതാണ്. പിന്നെ മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ണിയും കണ്ട ഇലയൊന്നും പറിച്ച് കഴിക്കരുത്. നന്നായി ശ്രദ്ധിച്ച് കഴിക്കുക കേട്ടോ. മുളച്ചി എന്നാണ് ഇതിന് പറയുന്നത്. ചോറ് ഇന്നലെ വൈകിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ വൈകിട്ട് വെച്ചപ്പോൾ ചോറ് ഊറ്റി വെച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കഞ്ഞിയാണ് കുടിച്ചത്. അവർക്ക് ചോറ് ഊറ്റുന്നുണ്ടപ്പോൾ അവർ പറഞ്ഞു ഉമ്മച്ചി പയറും കൂടി വെക്കി. പയറും കൂടി വെച്ചിട്ട് നമുക്ക് കഞ്ഞിയും പയറും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചെറുപയർ ഇട്ടിട്ട് കുറച്ച് വേവിച്ച് ഈ ചോറിൻ്റെ അതിൽ കൂടെ ഇട്ടിട്ട് ഒരു കഞ്ഞി ആക്കിയിട്ടാട്ടോ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്ത് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഊറ്റി വെച്ച ചോറ് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയേക്കായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചത്. അപ്പോൾ ഇത്തിരി വേവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി നേരം വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ അടുപ്പത്ത് കിടന്ന് തിളക്കിയിട്ടുണ്ട്. കൂട്ടാനൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുണികൾ കുറച്ച് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് തോരടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാട്ടോ അടുപ്പത്ത് അതൊക്കെ വെച്ചിട്ട്. പിന്നെ അതിൽ തേങ്ങ അരച്ചൊഴിക്കാനൊക്കെ ഉണ്ട്. തേങ്ങയൊക്കെ അരച്ചൊഴിക്കണം. അപ്പോൾ തുണികൾ രാവിലെ മുക്കി വെച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോകുമ്പോൾ അവർ പോകുമ്പോഴേക്കും എൻ്റെ പണികളൊന്നും കഴിഞ്ഞില്ല. ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പതുക്കെ ചെയ്യുള്ളൂ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പോണേക്കാളും മുന്നേ നല്ല ധൃതിയിൽ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് വേഗം കുളിച്ചിട്ട് അവളെ തന്നെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ല കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ആയത്തിൽ തന്നെ ആയിട്ടാണ്. പിന്നെ ഒരു കുളിക്കുമ്പോൾ ഒരു 11:30 ഒക്കെ ആവും. എന്നാലും ഞാൻ 12 മണി 12:30 ആവാൻ കാത്തിക്കില്ല കേട്ടോ കുളിക്കാൻ. എന്താ വെച്ചാൽ വേഗം കുളിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ കുളിച്ച് ശീലമായ കാരണം ഇപ്പോൾ നീർക്കെട്ട് എന്ന് പറഞ്ഞ അസുഖം എനിക്കിപ്പോൾ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എന്നും അവിടെ ഇവിടെയൊക്കെ വേദനയായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. നേരത്തെ കുളിക്കണത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആവണത്. അപ്പോൾ ഇതാ കുട്ടികളുടെ ഡ്രസ്സൊക്കെ തോരിടുകയാണ്. പിന്നെ കുറച്ചും കൂടി അതിലുണ്ട്, എന്താ പറയുക, ഡ്രൈ ചെയ്യാനുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വെയിലും കാറ്റൊക്കെ ഉണ്ട്. ഡ്രൈ ആക്കൊന്നും വേണ്ട. എന്നാലും ഞാൻ ഒന്നിൽ പോലും ഇടില്ല കേട്ടോ. ചെറുതായിട്ടൊന്നും കൂടി തിരിച്ചിരിക്കും. പിഴിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെള്ളം വലിച്ചെടുക്കുള്ളൂ. എന്നിട്ട് അങ്ങനെ തോരിടും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ വെയിലും കാറ്റൊക്കെ ആയ കാരണം ഇപ്പോൾ അഴയ്ക്ക് ഞാൻ ബാക്കിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിലൊരു ചെറിയ അഴയ്ക്ക് കെട്ടി പിന്നെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇട്ടു കൂട്ടാം. അങ്ങനെയാണ് ഇപ്പോൾ ഉണക്കാറ്. ഇനി ഫ്രണ്ടിലത്തെ വലിയൊരു അഴക്കുണ്ട്. അതൊക്കെ അഴിച്ചിട്ട് ഇവിടെ കൊടുന്ന് കെട്ടണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ മഴയൊന്നും പെയ്യില്ല തോന്നുന്നു. മഴക്കാലമൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മളെല്ലാവരും വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. തുലാമാസത്തിലെ മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം തന്നെ കിണറിലെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ താഴത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേനൽക്കാലം കഴിയുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. മഴയാണെങ്കിൽ നല്ല മഴയും വെയിലാണെങ്കിൽ നല്ല വെയിലും ആവൂല്ലേ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. മീൻകറി വെച്ചു, മീനൊക്കെ വറുത്തു, ചോറൊക്കെ വെച്ചു, എല്ലാ പണിയും കഴിഞ്ഞു. അലക്കൽ കഴിഞ്ഞു. കുറച്ചുണ്ടായിരുന്നുള്ളൂ അലക്ക. അത് വേഗം മെഷീനിൽ അലക്കി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി തോരടാട്ട് കേട്ടോ. അതുകൂടി തോരടണം. പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഇന്നലെ വീഡിയോ ഇടാൻ എന്താ പറയുക, വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഒന്നും. അത് കാരണമാണ് ഇന്നലെ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. പിന്നെ ആ ഇലേനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ കുറേ ഗുണങ്ങളുള്ള ഇലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ആ ഇല ഉണ്ടോയെന്ന് നോക്കി നോക്കുക. കണ്ണി കണ്ട ഇലയൊന്നും പറിച്ച് തിന്നരുതേ. ഞാൻ കാണിച്ചെന്ന ഇലയെന്ന് വിചാരിച്ചിട്ട് വേറെ ഇലയൊന്നും എടുത്ത് തിന്നരുതിട്ട് ആരും. അപ്പോൾ നന്നായി നോക്കിയിട്ടൊക്കെ തിന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കുറച്ച് വിശേഷങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇടയിലൊക്കെ പോകണം, ചലഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ചെയ്യണമെങ്കിൽ പിള്ളേർക്ക് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ പറ്റും. പിന്നെ അവറ്റൊന്നും ഇപ്പോൾ വിളിച്ചാൽ വരില്ല പിള്ളേർ. ആദ്യത്തെ പോലൊന്നുമല്ല. ആദ്യമൊക്കെ കുട്ടികൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് വീഡിയോ എടുക്കണ്ടേ ചോദിച്ചിട്ട് വന്നിരുന്ന മക്കളായി. ഇപ്പോൾ കുഞ്ഞൊന്നും തീരെ വരില്ല വിളിച്ചു കഴിഞ്ഞാൽ. അവനൊന്നും ഇപ്പോൾ വലിയ താല്പര്യം ഇല്ലാണ്ടായിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ, അമ്മച്ചി എന്താന്ന് വീഡിയോ ഇടാനെന്നൊക്കെ ചോദിക്കും. അവൻ വിളിച്ചാൽ വരില്ല, എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടിയപ്പോഴേ അപ്പോൾ അവർക്കൊക്കെ എന്തോ ഒരു മടി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്നൊക്കെ കുറേ ചെറിയൊരു വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടമാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.